Welcome to the first part of the chapter, pair of linear equations in two variables. ഈ ചാപ്റ്ററിൽ നമുക്ക് ടു വേരിയബിൾസിലുള്ള പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ട് അത് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ എന്താണെന്നൊക്കെ നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ സിംഗിൾ ഇക്വേഷന് പകരം ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് ആണ് തരുന്നത്. എന്നിട്ട് ഒരു സിറ്റുവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഒരുമിച്ച് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് സൊല്യൂഷൻ കാണാൻ. അപ്പോൾ അത് ഗ്രാഫ് വരച്ചിട്ട് സോൾവ് ചെയ്യാം, ആൾജിബ്രൈക്ക് മെത്തേഡിൽ സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡയറക്റ്റ് ആ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളിലൂടെ കുറച്ച് ബ്രീഫായിട്ടൊന്ന് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേരിയബിൾസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകും ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻസ് ആണ് നമുക്ക് ഓർമ്മ വരും. ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻസ് എന്താണ്, പോളിനോമിയൽ എന്താണ്, ആൾജിബ്രൈക്ക് ഇക്വേഷൻസ് എന്താണ്, അതുപോലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്താണ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ എന്താണ്, അതിനുശേഷം നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരിക വേരിയബിൾസ്, കോയിഫിഷ്യൻസ്, കോൺസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സാണ്. ഒരു ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വേരിയബിൾസും അതുപോലെ കോൺസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്പേഴ്സാണ്, റിയൽ നമ്പേഴ്സും നമ്പേഴ്സും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷനാണ് ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ. അപ്പോൾ ഈ വേരിയബിൾസും കോൺസ്റ്റൻറ്റും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്സിലെ 4 ബേസിക് ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻ ഉപയോഗിച്ച് നമ്മൾ ലെറ്റേഴ്സിനെയും മീൻസ് വേരിയബിൾസിനെയും അതുപോലെ നമ്പേഴ്സിനെയും കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനാണ് എന്ത്, ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ 2x + y - 3z + 6. ഇതൊരു ആൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ്. കാരണം ഇതിൽ വേരിയബിൾസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 and x ഇതിനിടയിൽ മൾട്ടിപ്ലിക്കേഷനാണ് ഉപയോഗിച്ചത്. ഇവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അഗെയിൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ. നമുക്ക് ഈ ഡിവിഷൻ എപ്പോഴും ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ z/2 എന്ന് എഴുതുകയാണെങ്കിൽ അവിടെ ഡിവിഷൻ വന്ന് ഏതെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു വേരിയബിളും കൂടി ആഡ് ചെയ്യാണ്. 6/7 w + 7. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അഗെയിൻ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ഇവിടെ ഡിവിഷൻ ഉണ്ട്, അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ഇവിടെ അഡീഷൻ. അപ്പോൾ ഈ 4 ബേസിക് ഓപ്പറേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ലെറ്റേഴ്സിനെയും നമ്പേഴ്സിനെയും കമ്പൈൻ ചെയ്ത് എഴുതിയാൽ കിട്ടുന്ന ആ കമ്പൈൻഡ് ഫോമിനാണ് നമ്മൾ ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന വേർഡ്സുകളാണ് വേരിയബിൾസ്, കോയിഫിഷ്യൻസ്, കോൺസ്റ്റൻസ്. നമുക്കറിയാം വേരിയബിൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ജനറൽ ഫോം എഴുതുന്ന സമയത്ത് കോയിഫിഷ്യൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഇവയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ABC എക്സെട്ര ഇങ്ങനെയുള്ള സ്റ്റാർട്ടിങ് സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യാറ്. പിന്നെ വേരിയബിൾസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വേരിയബിൾസ് എന്നാൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി അല്ല, അതിനിങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. അതിന് ഒരു ഫിക്സഡ് വാല്യൂ, ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ വേരിയബിൾസ് ഈ ലെറ്റേഴ്സ് വരുന്ന സ്ഥലത്ത് നമുക്ക് അതിന് ഏത് വാല്യൂസ് വേണമെങ്കിലും അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ വാരി ചെയ്യാം. സിറ്റുവേഷൻസ് അത് വാരി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇപ്പം നമ്മൾ എഴുതിയ എക്സാമ്പിളിൽ ഏതൊക്കെയാണ് വേരിയബിൾസ് നോക്കാം. 2x + y - 3z + 6/7 w + 7 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേരിയബിൾസ് ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വേരിയബിൾ x, ദെൻ y, z, w. അപ്പോൾ ഞാൻ ഈ എക്സ്പ്രഷനിൽ 4 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, x, y, z ആൻഡ് w. ഓക്കെ. ദെൻ കോൺസ്റ്റൻറ്റ്. ഇതിൽ കോൺസ്റ്റൻറ്റ് അപ്പോൾ ഒരുപാട് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്. 2x ഒരു 2 വരുന്നുണ്ട്. ഇവിടെ y മീൻസ് 1 × y, ദെൻ -3, 6/7, 7. അപ്പോൾ ഇവിടെ കോയിഫിഷ്യൻസ് ആൻഡ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്പേഴ്സാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ ആരാണ് കോയിഫിഷ്യൻസ്, ആരാണ് കോൺസ്റ്റൻറ്റ് എന്നുള്ളത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം.
ആരാണ് കോയിഫിഷ്യൻസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വേരിയബിൾസിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ വരുന്ന അതിൻ്റെ ലെഫ്റ്റിൽ വരുന്ന ഈ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പം 2x കോയിഫിഷ്യൻ്റ് ആണ് 2. വൈൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? ഇവിടെ 1 ആണ്. സെഡിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? -3 ആണ്. ഡബ്ല്യുവിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? 6/7. ഈ 7 എന്താണ്? 7ൻ്റെ കൂടെ ഒരു വേരിയബിളും വരുന്നില്ല. സോ 7 ഈസ് ദി കോൺസ്റ്റൻറ്റ് ടേം. ഈ കോയിഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് റിയൽ നമ്പറിൽ ഏത് വാല്യൂം വരാം. മീൻസ് ഡെസിമൽ നമ്പർ വരാം, ഫ്രാക്ഷൻസ് വരാം, ദാറ്റ് മീൻസ് റേഷണൽ നമ്പേഴ്സ് വരാം, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് വരാം. അതുപോലെ എക്സ് വൈ സെഡ് ഇതിൻ്റെയൊക്കെ പവേഴ്സിനും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആൾജിബ്രിക് എക്സ്പ്രഷനിൽ എക്സിൻ്റെ പവർ ഇന്നതേ വരാൻ പാടുള്ളൂ, വൈൻ്റെ പവർ അങ്ങനെയൊന്നുമില്ല. ഏത് നമ്പർ വേണമെങ്കിലും പവറായിട്ട് വരാം. ഇനി ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടേംസ് ആൻഡ് ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് ടേംസ്, എന്താണ് ഫാക്ടേഴ്സ് നോക്കാം. ആദ്യം തന്നെ ടേംസ്. ആൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ടേംസ് ആഡ് ചെയ്തിട്ടാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 x ആണ്, ഇത് ആഡ് ചെയ്തതല്ല, മൾട്ടിപ്ലൈ ചെയ്താണ്. എന്നിട്ട് 2x ആൻഡ് y, അവിടെ ഈ 2x എന്താ ആഡ് ചെയ്തിട്ടുള്ളത്? y. അപ്പോൾ 2x y ഒരു ടേം, രണ്ട് ടേംസ് ആണ്. ദെൻ വൈനോട് y -3z എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? y പ്ലസ് -3z എന്നാണ്. അപ്പോൾ വൈനോട് -3z ആണ് ആഡ് ചെയ്തത്. അതുപോലെ ഇതിനോട് 3z 6/7 w ആഡ് ചെയ്തു. ദെൻ +7 അഗെയിൻ 7 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 1 2 3 4 5 ടേംസ് ആണുള്ളത്. ഈ 5 ടേംസ് ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ടേംസ്? 2x y -3z 6/7 w ആൻഡ് 7. ഈ 5 ടേംസ് ആഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോംഡ് ബൈ ആഡിങ് ടേംസ്, അല്ലെങ്കിൽ ടേംസ് ആർ സെപ്പറേറ്റഡ് ബൈ അഡീഷൻ സൈൻ. അപ്പോൾ 2x ആൻഡ് y ആർ സെപ്പറേറ്റഡ് ബൈ ദി സൈൻ, y and -3z is separated by addition symbol, then this is also and this is also. Next, factors. അപ്പോൾ നമുക്ക് ആദ്യം ടേംസിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. അതിനുശേഷം ചില ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നെ നമുക്ക് ഫാക്ടേഴ്സായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഐഡൻറ്റിറ്റീസിൽ. അപ്പോൾ ആദ്യം നമുക്ക് ടേംസിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത എക്സാമ്പിളിൽ ടേംസ് എന്തൊക്കെയായിരുന്നു? 2x y -3z then 6/7 w then 7. ഇതാണ് ഡിഫറെൻറ്റ് ടേംസ്. അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 2x നോക്കാം, ഈ ടേംസിൽ 2 × x എന്നാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ആരാണ്? 2, x. ഇവിടെ വൈൻ്റെ നമുക്കറിയാം 1 × y. ഫാക്ടേഴ്സ് വേണമെങ്കിൽ 1, y എന്ന് എഴുതാം, പക്ഷേ 1 നമ്മൾ എഴുതാറില്ല, ജസ്റ്റ് സിംഗിൾ ഫാക്ടർ തന്നെ y. -3z -3 × z എന്നാണ്. അപ്പോൾ ഫാക്ടേഴ്സ് -3 ആൻഡ് z. ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് 6/7 ആൻഡ് w, 7ഉം 7 itself. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ്. ഇത് നമ്മൾ ടേംസിൻ്റെ ഫാക്ടേഴ്സാണ് എഴുതിയിട്ടുള്ളത്. ചില ആൾജിബ്രിക് എക്സ്പ്രഷനിൽ നമുക്ക് ഫാക്ടേഴ്സ് എഴുതാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനെ തന്നെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് പുറത്തെടുത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ടൊക്കെ ഐഡൻറ്റിറ്റീസിലേക്ക് മാറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഐഡൻറ്റിറ്റീസിൽ നമ്മൾ ചില എക്സ്പ്രഷൻസിന് പ്രോഡക്റ്റ് ഫോമിൽ എഴുതുന്നു. അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മൾ മൊത്തമായിട്ട് ഫാക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് എടുത്ത എക്സാമ്പിൾ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അപ്പോൾ അതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2x + 4. 2x + 4 എന്നുള്ള ഇതിൽ എത്ര ടേംസ് ഉള്ളത്? 2x ആൻഡ് 4 2 ടേംസ് ഉണ്ട്. കാരണം ഈ രണ്ട് നമ്പേഴ്സിനിടയിൽ ഒറ്റ പ്ലസ് സൈനെ കാണുന്നുള്ളൂ. അപ്പോൾ 2 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ മൊത്തം എക്സ്പ്രഷൻ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഫാക്ടർ ഫോമിൽ എഴുതാം. ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, അതുപോലെ ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം 4 ആണ്. ഇവർക്ക് 2 പേർക്കും കോമൺ ആയിട്ട് 2 ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ x + 2 2 × x + 2 എന്ന് നമുക്ക് എഴുതാം, 2x + 4ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുതിയത് 2 × എ ബ്രാക്കറ്റ്. ഇത് ഇവിടെ സമ്മായിരുന്നു, 2x + 4 എന്നായിരുന്നു. ഇവിടെ മൊത്തമായിട്ട് നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉപയോഗിച്ച് ഇതിനെ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എന്താണ് ഒരു പ്രോഡക്റ്റ് ഫോമിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഫോമിൽ എഴുതിയിട്ടുള്ളതാണിത്. അപ്പോൾ 2 × x + 2. അപ്പോൾ 2 എന്താണ്?
ഈ 2x+4നെ നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 ഒരു ഫാക്ടറും ഈ ബ്രാക്കറ്റിലുള്ള x+2 രണ്ടാമത്തെ ഫാക്ടറാണ്. അപ്പോൾ 2 ഫാക്ടറാണ് ഇതിനുള്ളത്. ഇങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. ഇങ്ങനെ എഴുതുന്ന, അതായത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ പറയാം ഫാക്ടേഴ്സ് എന്നാണ്. അതുപോലെ അഡീഷൻ സിമ്പൽ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്താൽ നമ്മൾ അതിനെ ടേംസ് എന്നാണ് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോളിനോമിയൽ. ഞാൻ ടേംസിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഈ ടേംസിൻ്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷന് കുറച്ച് പേര് കൊടുക്കാറുണ്ട്, സ്പെഷ്യൽ പേര് കൊടുക്കാറുണ്ട്. സിംഗിൾ ടേം, ഒരൊറ്റ ടേമേ വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ 3y, ഇത് മാത്രമേ എക്സ്പ്രഷനിലുള്ളൂ എങ്കിൽ ഇവിടെ ആകെ ഒരു ടേമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒറ്റ ടേം മാത്രമായിട്ട് വരുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ പറയും മോണോമിയൽ. ആൻഡ് 2 ടേംസ് വരികയാണെങ്കിൽ, ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ 2 ടേംസ് ഉണ്ട്, 2x ആൻഡ് y, ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പറയും ബൈനോമിയൽ. ആൻഡ് 3 ടേംസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയും ട്രൈനോമിയൽ. ഓക്കെ, ഇനി 3 കൂടുതൽ ടേം ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പെഷ്യൽ നെയിം കൊടുക്കുക. ഇഷ്ടംപോലെ ടേംസ്, നമുക്ക് ഇൻഫിനിറ്റി ടേംസ് വരെയുള്ള എക്സ്പ്രഷൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നെയിം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എത്ര ടേം ഉണ്ട്, ഒന്നോ അതിൽ കൂടുതലോ ടേം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പോളിനോമിയൽ എന്നുള്ള പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും ഒക്കെ ഈ പോളിനോമിയലിൽ വരും. പക്ഷേ ഈ പോളിനോമിയൽ അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളെങ്കിലും ഈ പോളിനോമിയലിന് ആൾജിബ്രിക് എക്സ്പ്രഷനെയും കാട്ടിലും എക്സ്ട്രാ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പോളിനോമിയൽ നോക്കാം. അപ്പോൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ തന്നെയാണ് ഒരു പോളിനോമിയൽ. പക്ഷേ ആൾജിബ്രൈക്ക് എക്സ്പ്രഷനിൽ ഉള്ളതുപോലെ അത്ര ഫ്രീഡം പോളിനോമിയലില്ല. ഒരു ചെറിയ റെസ്ട്രിക്ഷനോട് കൂടിയിട്ടാണ് പോളിനോമിയൽ വരുന്നത്. അതല്ലെങ്കിൽ ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പോളിനോമിയൽ. അപ്പോൾ ആൾജിബ്രൈക്ക് എക്സ്പ്രഷനിൽ പറഞ്ഞ പോലെ ഇവിടെയും വേരിയബിൾ ഉണ്ടായിരിക്കും, അതുപോലെ കോൺസ്റ്റൻറ്റ്, കോയിഫിഷ്യൻസ് ഇതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേരിയബിളിൻ്റെ പവർ ഉണ്ടല്ലോ, വേരിയബിളിൻ്റെ പവർ അല്ലെങ്കിൽ എക്സ്പൊണൻറ്റ്, അതിലാണ് റെസ്ട്രിക്ഷൻ വരുന്നത്. 2x² + 3y + z⁻⁻1. ഇതൊരു ആൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ്. കാരണം ഇതിൻ്റെ പവർ ഏത് റിയൽ നമ്പർ വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ വെച്ചിട്ട് അങ്ങനെ റെസ്ട്രിക്ഷൻ വരുന്നില്ല. അപ്പോൾ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ഇവിടെ എന്ത് വരാം, പവറായിട്ട് വരാം. പക്ഷേ പോളിനോമിയലിൻ്റെ കേസിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പോണൻസ് എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ, ഹോൾ നമ്പർ മാത്രമേ എക്സ്പോണൻ്റായിട്ട് വരാൻ പാടുള്ളൂ. ഹോൾ നമ്പർ അല്ലെങ്കിൽ നമ്മൾ പറയും നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, അവർ മാത്രമേ അതിൻ്റെ എക്സ്പോണൻ്റായിട്ട് വരാൻ പാടുള്ളൂ. ഒരു പോളിനോമിയലിൽ വേരിയബിൾസിൻ്റെ എക്സ്പോണൻറ്റ് ഏത് നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ, എല്ലാ റിയൽ നമ്പേഴ്സും വരാൻ പാടില്ല. ഹോൾ നമ്പേഴ്സ് ആണ് ആരാണ്, 0, 1, 2, 3 എക്സെട്ര. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻറ്റീജറിൻ്റെ കളക്ഷൻ, എക്സെട്ര, -3, -2, -1, ദെൻ 0, 1, 2, 3 എക്സെട്ര. ഈ -1 മുതൽ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടുള്ള കംപ്ലീറ്റ് എന്താണ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. നെഗറ്റീവ് അല്ലാത്ത ഇൻറ്റീജേഴ്സ് ആരാന്ന് ചോദിച്ചാൽ 0, 1, 2, 3 എക്സെട്ര. 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല, ആൻഡ് 1, 2, 3 എക്സെട്ര അതെന്താണ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ കോമൺ ആയിട്ട് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഈ 0, 1, 2, 3 എക്സെട്ര. ഇതന്നെയാണ് നമ്മുടെ ഹോൾ നമ്പേഴ്സും. അപ്പോൾ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ തന്നെയാണ്. പക്ഷേ അതിലെ വേരിയബിൾസിൻ്റെ എക്സ്പോണൻസ് എന്തേ ആവാൻ പാടുള്ളൂ, ഓൺലി ഹോൾ നമ്പേഴ്സ് ഓർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. വേറെ ഒരു നമ്പേഴ്സ് വന്നാലും അതിനെ പോളിനോമിയലായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2x² + y, ഇതിനൊക്കെ നമുക്ക് പോളിനോമിയൽ എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ പവേഴ്സ് ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. ഇവിടെ 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞു. അപ്പം പവർ 0 ആണെങ്കിൽ എക്സ്പോണൻറ്റ് 0 വന്നാൽ എന്താണ് ആ ഹോൾ നമ്പറിൻ്റെ പ്രത്യേകത, x⁻⁴ എന്ന് എഴുതിയാൽ എന്താണ്, പവർ 0 ആണെങ്കിൽ മൊത്തം വാല്യൂ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. അത് ഏത് ഇനി 1000⁻⁴ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഹോൾ വാല്യൂ എന്താണ്, 1 ആണ്. ഓക്കെ, സോ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 3x⁻⁴ അല്ലെങ്കിൽ 3y⁻⁴ എന്ന് പറഞ്ഞാലൊക്കെ ശരിയാണ്. അപ്പോൾ x⁻⁴ അല്ലെങ്കിൽ y⁻⁴ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിന് 3നെ നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയും. അപ്പോൾ ഈ ആൾജിബ്രൈക്ക് എക്സ്പ്രഷനും പോളിനോമിയലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്, പോളിനോമിയലിലെ
വേരിയബിൾസിൻ്റെ എക്സ്പോണൻസ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ എക്സ്പോണൻ്റ് ആയിട്ട് വരാൻ പാടില്ല. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വരാൻ പാടില്ല, ഇറാഷണൽ നമ്പേഴ്സ് വരാൻ പാടില്ല, റാഡിക്കൽസ് വരാൻ പാടില്ല, ഇതൊന്നും വരാൻ പാടില്ല. ഓൺലി ഹോൾ നമ്പേഴ്സ് 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾ നമ്പേഴ്സ് മാത്രമേ എക്സ്പോണൻസ് ആയിട്ട് വരാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ പഠിക്കുന്ന പോളിനോമിയൽ തന്നെ അധികവും നിങ്ങൾ സിംഗിൾ വേരിയബിളുള്ള പോളിനോമിയലാണ് പഠിക്കുന്നത്. എന്നാലും ചില കേസിൽ നിങ്ങൾ ലീനിയർ ഇക്വേഷനിൽ തന്നെ 2 വേരിയബിളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ അതെന്താണെന്ന് നോക്കാം. ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണെന്ന്. അതിന് മുന്നേ നമ്മൾ പോളിനോമിയൽ സിംഗിൾ വേരിയബിളാണെങ്കിൽ എക്സ് എന്നുള്ള വേരിയബിളാണ് ആ പോളിനോമിയൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പി ഓഫ് എക്സ് എന്ന് പറയും. ഇപ്പോൾ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ എക്സും വൈ ആണ് വേരിയബിൾ എങ്കിൽ പി ഓഫ് എക്സ് വൈ എന്ന് എഴുതും. അത്ര ഡിഫറൻസ് ഉള്ളൂ. ഡിഗ്രി എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്രഷനിൽ തന്നിരിക്കുന്ന ടേംസ് നോക്കുക. ആ ടേംസിൽ ഹയസ്റ്റ് പവറുള്ള ടേം ഏതാണോ അതിൻ്റെ ആ പവറാണ് ആ പോളിനോമിയലിൻ്റെ മൊത്തം ഡിഗ്രി ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x⁵ പ്ലസ് 6x³ പ്ലസ് 7x⁶ പ്ലസ് x² പ്ലസ് 5 ഈ പോളിനോമിയൽ നോക്കാം. ഇതിൽ എക്സിൻ്റെ പവർ 5, ഇവിടെ എക്സിൻ്റെ പവർ 3, എക്സിൻ്റെ പവർ 6, എക്സിൻ്റെ പവർ 2, ഇവിടെ കോൺസ്റ്റൻറ്റ് മീൻസ് പവർ 0 എന്നാണ്. അപ്പം ഇവിടെ വേരിയബിളിൽ ഏറ്റവും കൂടുതൽ പവർ വരുന്ന ടേം ഏതാണ്? ഏറ്റവും വലിയ പവറുള്ള എക്സ്പോണൻ്റുള്ള ടേം 7x⁶ ആണ് ഏറ്റവും വലിയ എക്സ്പോണൻ്റ് വരുന്ന ടേം. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? 6 ആണ്. ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എത്രയാണ്? 6 ആണ്. ഇത് പി ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയാണ്? ഇവിടെ 6 ആണ്. അപ്പോൾ ഇതാണ് ഡിഗ്രി. ഇങ്ങനെയാണ് ഡിഗ്രി കാണുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിലെ ഹയസ്റ്റ് എക്സ്പോണൻ്റ് ടേം ഏതാണെന്ന് നോക്കുക. അതിൻ്റെ ഡിഗ്രി, അതിലെ വേരിയബിളിൻ്റെ ഡിഗ്രി എന്താണോ അതാണ് ആ മൊത്തം പോളിനോമിയലിൻ്റെ ഡിഗ്രി ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഡിഗ്രി 1, ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ നിങ്ങൾ അതിനെ ലീനിയർ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഡിഗ്രി 2 ആണെങ്കിലോ? ഡിഗ്രി 2 ആണെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി നോക്കിയിട്ടാണ് നമ്മൾ ഈ എന്താണ് ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക് എന്നൊക്കെയുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നാണ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ ഡിഗ്രി എന്താണ്? 1 ആണ്. ഇനി അത് നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ ഡിഗ്രി അല്ല നിങ്ങൾ കണ്ടു, ലീനിയർ എന്നുള്ള വേർഡ് കണ്ടു. ലീനിയർ ആവണമെങ്കിൽ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ലീനിയർ ആവണമെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കണം? 1 ആയിരിക്കണം. ഇനി ഞാനിവിടെ ലീനിയർ ഇക്വേഷൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചില്ല. അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡിഗ്രി 1ഉം ലീനിയറും എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ലീനിയർ ഇക്വേഷനിലേക്ക് പോകാം. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരിക ഈക്വൽ സൈനാണ്. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഇങ്ങനെയുള്ള ഈ ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും. ഈക്വൽ സൈൻ ഉണ്ടാകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആ തന്നിരിക്കുന്നതിന് ഒരു റൈറ്റ് ഹാൻഡ് സൈഡും അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ടായിരിക്കും. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈ രണ്ട് സംഭവം എന്താണെന്ന് നമുക്ക് തന്നെ എക്സ്പ്രഷന് എന്ത് തന്നെ ആയാലും അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൾജിബ്രിക് ഇക്വേഷൻ ആണെങ്കിൽ അതിൽ എന്തൊക്കെ വേണം? വേരിയബിൾസും നമ്പേഴ്സും ഒക്കെ വേണം. പക്ഷേ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് ഇത്രയേ വരുന്നുള്ളൂ. പക്ഷേ അത് ഇക്വേഷൻ ആണെങ്കിൽ അതിൽ എന്ത് വേണം? ഈക്വൽ സൈൻ വേണം. ഈക്വൽ ടു 0 വരാം, ഈക്വൽ ടു z വരാം, ഈക്വൽ ടു 5 വരാം. ഓരോ എക്സ്പ്രഷൻ അനുസരിച്ച് ഈക്വൽ ടു എന്താണോ റൈറ്റ് സൈഡ് അതിനനുസരിച്ച് ഓരോ റൈറ്റ് ഹാൻഡ് സൈഡ് അതിനനുസരിച്ച് വരും. അപ്പോൾ ഇതൊരു ആൾജിബ്രിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്? അതിനും ഒരു LHSഉം ഒരു RHSഉം അതുപോലെ ഈക്വൽ സൈനും ഉണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ പോളിനോമിയലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പോണൻസ് വേരിയബിൾസിൻ്റെ എക്സ്പോണൻസ് എപ്പോഴും എന്താണ്? ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. അത്രേ വ്യത്യാസമുള്ളൂ. ഇനി ലീനിയർ ഇക്വേഷൻ എന്താ നോക്കാം. ഇതാണ് നമ്മളെ മെയിൻ ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? ലീനിയർ എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ആ ഇക്വേഷൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. പിന്നെ അതൊരു ഇക്വേഷനാണ്. അപ്പോൾ അതിന് ഈക്വൽ സൈൻ ഉണ്ട്, അതുപോലെ LHSഉം RHSഉം ഉണ്ടായിരിക്കും. ആ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2x + y
ഈക്വൾ ടു 3. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. ഇതിലെ വേരിയബിൾസ് ഫസ്റ്റ് ടേം 2x, സെക്കൻഡ് ടേം ലെഫ്റ്റ് സൈഡിലെ ടേംസ് നോക്കാം. ഇതിൻ്റെ ഡിഗ്രി എന്താണ് 1 ആണ്, ഇതിൻ്റെ ഡിഗ്രി 1 ആണ്. റൈറ്റ് സൈഡിലും ഡിഗ്രി എന്താണ് 0 ആണ്. മീൻസ് മാക്സിമം ഡിഗ്രി എന്തേ വരാൻ പാടുള്ളൂ 1 ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു എക്സ്പ്രഷനായിട്ട് എഴുതുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് 2x + y - 3 = 0. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താണ് ഇവിടെ ലീനിയർ ആണ്. ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ എത്ര വേരിയബിൾ ഇവിടെ വന്നിട്ടുണ്ട് എക്സും വൈ 2 വേരിയബിൾ എന്നുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയും. നമ്മൾ ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ അല്ലെങ്കിൽ 2 വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 വേരിയബിളിലുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം 2x = 5. ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. സിംഗിൾ വേരിയബിൾ എക്സ് വന്നത്, അതിൻ്റെ പവർ എന്താണ് 1 ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം 2x - 5 = 0. ഇതൊരു ഇക്വേഷനാണ്, ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആയതുകൊണ്ട് ലീനിയർ ആണ്. ഇക്വേഷൻ ആണ് ലീനിയർ ഇക്വേഷൻ ആണ്. സിംഗിൾ വേരിയബിൾ ആയതുകൊണ്ട് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയാം. ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടിൻ്റെ ജനറൽ ഫോം ഒന്ന് എഴുതാം. നമുക്ക് ആദ്യം ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ നോക്കാം. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ 1 വേരിയബിളിന് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ എഴുതി 2x + 3 = 0. ഇനി 2x = 0 എന്ന് എഴുതിയാലും ഇതെന്താണ്, ഇതൊക്കെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. 2y - 5 = 0. 2z + 1/2 = 5. ഇതൊക്കെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ജനറൽ ഫോം. ഇതിനെ നമുക്ക് ജനറലായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോക്കാം. സംതിങ് ഇൻറ്റു എക്സ്. അപ്പോൾ a × x 2 എന്തായാലും എക്സിൻ്റെ കൂടെ ഒരു കോയിഫിഷ്യൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ax പ്ലസ് അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും = 0. ax + b = 0 എന്നുള്ളതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിൻ്റെ ജനറൽ ഫോം. ഇവിടെ എയും ബിയും എനി റിയൽ നമ്പർ, നമുക്ക് റിയൽ നമ്പറിൽ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ഇവിടെ എക്കും ബിക്കും എടുക്കാം. മീൻസ് റേഷണൽ ഏതും വരാം. എക്സിൻ്റെ പവർ എന്താണ് 1 ആണ്. അത് പിന്നെ ജനറൽ ഫോമിൽ ഇവിടെ ക്ലിയർ ആണ്. പിന്നെ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ എ നെവർ = 0. എ ഒരിക്കലും 0 ആകാൻ പാടില്ല. കാരണം എന്താ, എ 0 ആയിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇതിൻ്റെ വാല്യൂ വരിക 0 × x + b = 0. ഓർ സിമ്പിളി ഇതെന്തായിട്ട് മാറും b = 0 അല്ലേ. അപ്പോൾ b = 0 അല്ലെങ്കിൽ എന്തെങ്കിലും 0, അതായത് ഇതിൻ്റെ എന്താണ് ഇവിടെ ഡിഗ്രി 1 എന്നുള്ള ആ കണ്ടീഷൻ ഇല്ലാണ്ടാവാണ്. ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡിഗ്രി പറഞ്ഞ അർത്ഥമല്ലല്ലോ, ഈ എക്സ് ടേമേ ഇല്ല, ഇവിടെ വേരിയബിൾ ടേം വരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഈ ഡെഫിനിഷൻ തന്നെ കംപ്ലീറ്റ് ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ എ നെവർ = 0 എന്നുള്ള കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒരിക്കലും 0 ആകാൻ പാടില്ല. ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ഇതിൻ്റെ സൊല്യൂഷനൊക്കെ നിങ്ങൾ ഒരുപാട് ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? x ഇപ്പോൾ നമ്മൾ ax + b = 0 ജനറൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ ax = 0 - b or it is equal to -b. Then x = -b/a. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ കണ്ടീഷൻ, അതായത് ax + b = 0 ആവണമെങ്കിൽ എക്സിന് ഏത് വാല്യൂ വേണം? അതാണ് -b/a. ഇവിടെ അത് കൊടുത്തു കഴിഞ്ഞാൽ ax + b കൊടുത്ത് നോക്കൂ. x = -b/a. a × -b/a + b. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എയും ക്യാൻസൽ ചെയ്യാം. കാരണം ഇത് ഫാക്ടേഴ്സ് ആണല്ലോ. a × -b/a ഫാക്ടേഴ്സ് തമ്മിൽ ക്യാൻസലേഷൻ പാടുള്ളൂ. പിന്നെ എന്താ ഉള്ളത് -b + b. ഒരു നമ്പറും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും അല്ലെങ്കിൽ നെഗറ്റീവും ആഡ് ചെയ്താൽ എപ്പോഴും എന്താണ് 0 ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് = റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ ആ വാല്യൂവിനെയാണ് നമ്മൾ സൊല്യൂഷൻ അല്ലെങ്കിൽ 0 ഓഫ് ദി പോളിനോമിയൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ x = -b/a ആണ് ഇവിടുത്തെ സൊല്യൂഷൻ. പിന്നെ നിങ്ങൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനെയുള്ള ലീനിയർ ഇക്വേഷന് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 ആൻഡ് ഓൺലി 1 സൊല്യൂഷൻ. ആകെ ഒരു സൊല്യൂഷൻ അതിനുണ്ടായിരിക്കുള്ളൂ, ഒന്നും കൂടുതൽ സൊല്യൂഷൻ ഇല്ല. എക്സിന് ഈ കണ്ടീഷൻ ax + b = 0 അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഓരോ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എക്സിന് ഒരേ ഒരു വാല്യൂ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? യുണീക്കാണ്. ഓൺലി 1 സൊല്യൂഷൻ ആണുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2x + 1 = 0.
അപ്പോൾ ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ എക്സ്, സിംഗിൾ വേരിയബിൾ എക്സ് ആണ്, ഇതിന് ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ ആണ് ഇൻ 1 വേരിയബിൾ. ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വരുന്നത്? 2x = 0 - 1 ഓർ ഇറ്റ് ഈസ് -1, x = -1/2 ഈസ് ദി സൊല്യൂഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. 0 1 0 -1 നെഗറ്റീവ് ഹാഫ് എവിടെ ഉണ്ടാവുക? 0നും -1ൻ്റെ ഇടയിൽ. ഇതാണ് നമ്മൾ ഈ 2x + 1 = 0 എന്ന് പറഞ്ഞ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇതിനെ നമ്മൾ നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിനെ പറ്റി നിങ്ങൾ പഠിച്ചത്. അതിന് യുണീക്ക് സൊല്യൂഷൻ ആണുള്ളത്. അതിനെ നമ്മൾ നമ്പർ ലൈനിൽ ഒരു പോയിൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ്, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ വ്യക്തമാണ്, ഇക്വേഷൻ എന്താണ്? ലീനിയർ ആണ്. അപ്പോൾ ഡിഗ്രി 1 ആയിരിക്കും. പക്ഷേ എത്ര വേരിയബിൾസ് ഉണ്ടായിരിക്കണം? 2 വേരിയബിൾസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതി വെക്കാം. പൊതുവേ നമ്മൾ എന്താണ് എക്സും വൈയും ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. നമുക്ക് ഏത് 2 വേരിയബിൾസും യൂസ് ചെയ്യാം. എന്നാലും നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന വേരിയബിൾസ് x, y ആണ്. അപ്പോൾ 2x + 3y = 3. ഇത് നോക്കാം. ഇതിൽ എത്ര വേരിയബിൾസ് വന്നിട്ടുണ്ട്? 2 വേരിയബിൾസ്, എക്സ് ആൻഡ് വൈ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ പവർ, ഈ എക്സ് വേരിയബിളിൻ്റെ പവർ എന്താണ്? 1 ആണ്. വൈൻ്റെയും എക്സ്പോണൻ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിൽ 2 വേരിയബിൾ ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ ഇതിനെ ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ax + by + c = 0. അപ്പോൾ നമ്മൾ പൊതുവേ ജനറൽ ഫോം എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ എപ്പോഴും 0 ആണ് എഴുതുക. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 2x + 3y - 3 = 0. ഇവിടെ +c എന്ന് ഉദ്ദേശിക്കുന്നത് c നെഗറ്റീവ് ആകുമ്പോൾ എന്താവും? പ്ലസ് ഉള്ളത് മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഫോം. ax + by + c = 0. ഇവിടെ a, b ആൻഡ് c. എയും ബി എന്താണ്? a എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, b വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, c എന്താണ്? കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഈ 3 പേരും എനി റിയൽ നമ്പർ ബിലോങ്സ് ടു ആർ. എനി റിയൽ നമ്പർ ആവാം. പിന്നെ എക്സിൻ്റെ വൈൻ്റെ പവർ എന്താണ്? 1 ആണ്. പിന്നെ ഒരു കണ്ടീഷൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിൽ ax + b = 0 എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് a ≠ 0. അതേ കണ്ടീഷൻ ഇവിടെ ഉണ്ട്. നോട്ട് ബോത്ത് a ആൻഡ് b ആർ = 0. എയും ബിയും ഒരുമിച്ച് 0 ആകാൻ പാടില്ല. ദാറ്റ് മീൻസ് എ വേണമെങ്കിൽ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്ന് 0 ആവാം, അല്ലെങ്കിൽ രണ്ടും 0 ആകാതിരിക്കാം. പക്ഷെ ഒരേ സമയം എയും ബിയും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ax + by + c = 0 where a, b, c are real numbers belongs to R and a and b are not both 0. 2 പേര് ഒരുമിച്ച് 0 ആകാൻ പാടില്ല. അപ്പോൾ a = 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? സപ്പോസ് a = 0 ആൻഡ് b ≠ 0. അപ്പോൾ a 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 0 × x. അപ്പോൾ ഈ ടേം എന്തായി? കംപ്ലീറ്റ് 0 ആയി. അപ്പോൾ ഇത് നമ്മൾ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? by + c = 0. ഇതെന്തായി? ലീനിയർ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ സിംഗിൾ വേരിയബിളായിട്ട് മാറി. ഇനി b 0 ആണെന്ന് വിചാരിക്കുക ആൻഡ് a ≠ 0. അപ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് ഈസ് ax + c = 0. b 0 ആയതുകൊണ്ട് 0 × y = 0. സോ ഈ ടേം 0 ആയി മാറി. പിന്നെ എന്തേ ബാക്കിയുള്ളൂ? ax + c = 0. അപ്പോൾ ഐദർ a ഓർ b ഇതിൽ ആരെങ്കിലും ഒരാൾ 0 ആകുമ്പോൾ നമ്മുടെ 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്നുള്ളത് എന്തായിട്ട് മാറുന്നുണ്ട്? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്നായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിനെ എങ്ങനെ നമുക്ക് പറയാം? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആയിട്ടും പറയാം. അപ്പോൾ നമ്മുടെ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്തായിരുന്നു? ax + b = 0 എന്നായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ 2 വേരിയബിൾ ആക്കാം? ഇങ്ങനെ എഴുതാം. ax + 0 × y + b = 0. 0 × y എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വേരിയബിൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാണുമ്പോൾ അത് 2 വേരിയബിളായിട്ട് മാറി. അപ്പോൾ എന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ നമുക്ക് 2 വേരിയബിളായിട്ടും കൺവേർട്ട് ചെയ്യാം.
അതുപോലെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിൽ എന്താണ് കണ്ടീഷന്? എയും ബിയും ഒരുമിച്ച് 0 ആകാൻ പാടില്ല. അതായത് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻറ്റ് രണ്ടുപേരും ഒരുമിച്ച് 0 ആകാൻ പാടില്ല. രണ്ടും ഒരുമിച്ച് 0 എന്താ സംഭവിക്കുക? 0 + 0 + c = 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വേരിയബിൾസേ വരുന്നില്ല. ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് = 0 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം ഒരു കോൺട്രഡിക്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് എയും ബിയും എന്താകാൻ പാടില്ല? ഒരുമിച്ച് 0 ആകാൻ പാടില്ല. എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ സൊല്യൂഷൻ എന്ന് നോക്കാം. ax + by + c = 0. ഇതാണല്ലോ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? നമ്മൾ സിംഗിൾ വേരിയബിൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് നോക്കാം. ശരിക്കും ഈ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്നുള്ള അതിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ പേരും അതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് അതിൻ്റെ ഗ്രാഫും എന്താണ് കണക്റ്റഡ് ആവുന്നത്. ലീനിയർ എന്നുള്ള പേര്, ലീനിയർ, അതിൽ ലൈൻ എന്നുള്ള വേർഡ് കാണുന്നുണ്ടോ? ഈ ലൈനിൽ നിന്നാണ് ശരിക്കും ലീനിയർ എന്ന് പറഞ്ഞത്. കാരണം ഈ ax + by + c = 0 അതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ മീൻസ് നമ്മൾ അതിന് എക്സിനും വൈനൊക്കെ വാല്യൂ കണ്ട് കുറച്ച് വാല്യൂസ് ഫൈൻഡ് ചെയ്ത് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും? ഒരു ലൈനായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഇക്വേഷൻ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ നമുക്കൊരു പോയിൻ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 2 വേരിയബിൾസ് വരുമ്പോഴാണ് അതിൻ്റെ ഗ്രാഫ് അതിൻ്റെ പേരായ ലീനിയർ ഇക്വേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഗ്രാഫ് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലൈനാണെന്നും. ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇത്തരം ഇക്വേഷന് എത്ര സൊല്യൂഷനാണുള്ളത്? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ ഇൻഫൈനൈറ്റ് സൊല്യൂഷനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ. ആ ഗ്രാഫിൽ ആ ലൈനിൻ്റെ മുകളിൽ മൊത്തം എത്ര പോയിൻറ്റ്സ് ഉണ്ടോ? നിങ്ങൾക്കറിയാം ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 2 എൻഡ് പോയിൻറ്റും എന്താണ് അവസാനിക്കാതെ ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ലൈനിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും? ഇൻഫിനിറ്റി പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സും ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതുപോലെ ഈ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനും ആ ലൈനിൻ്റെ മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. Example, x + y + 2 = 0. It is a linear equation in 2 വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിന്, മെയിനായിട്ട് നമ്മൾ എക്സിനാണ് നമ്മളൊരു ഒരു വാല്യൂ ചൂസ് ചെയ്യും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യാം. എക്സിന് നമ്മൾ ഏതെങ്കിലും വാല്യൂസ് അസ്യൂം ചെയ്യും. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും സെക്കൻഡ് വേരിയബിളിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ, ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് ഫൈൻഡ് ചെയ്യുന്നത്, അതുപോലെ സൊല്യൂഷൻ്റെ കളക്ഷനൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഞാൻ എക്സിനെ അസ്യൂം ചെയ്യുന്നത് ഇത് y = എന്നുള്ള ഫോമിലേക്ക് അത് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റാം. എങ്ങനെയായിട്ട് മാറും? ഇത് y = 0 + 2 ഇങ്ങോട്ട് പോകുമ്പോൾ -2 ആയിട്ട് മാറും. അതുപോലെ ഇവിടെ എന്താണ് പോസിറ്റീവ് x ഇങ്ങോട്ട് പോകുമ്പോൾ -x, or this can be written as -x - 2. നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് കോമൺ ആയിട്ട് എടുക്കാം. നെഗറ്റീവ് കോമൺ ആയിട്ട് എടുത്താൽ -x, ഇവിടുന്ന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ? +2. നെഗറ്റീവ് x × x, -x, നെഗറ്റീവ് × പോസിറ്റീവ് ഈസ് -2. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എക്സിന് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന ലൈനാണോ നോക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഗ്രാഫ് വരയ്ക്കാനുള്ള എക്സിൻ്റെ വൈയുടെ വാല്യൂ നോക്കാം. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര വാല്യൂസ് വേണം? ഏറ്റവും കുറഞ്ഞത് 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 2 സൊല്യൂഷൻ മതി. നമുക്ക് 2 സൊല്യൂഷൻസ് അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് കണ്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ എക്സിന് 0 കൊടുക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം ഒരു 0 കൊടുക്കുമ്പോൾ ഈ ഒറിജിൻ്റെ 0 എന്നുള്ള വാല്യൂ എപ്പോഴും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. x = 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ 0 കൊടുക്കാം. 0 + 2 2 അല്ലേ? x = 0 ആകുമ്പോൾ -0 + 2 = 0 + 2 എന്താണ്? 2 തന്നെയാണ്, -2 വരും. അപ്പോൾ 0 കൊടുക്കുമ്പോൾ -2. ഇനി എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ -1 + 2
or it is equal to negative 1 plus 2 is 3. So negative 3. X equal to 1 ആകുന്നേരം. ഇനി എക്സിന് നെഗറ്റീവ് 2 കൊടുത്തു നോക്കാം. എക്സ് നെഗറ്റീവ് 2 ആകുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് 2 പ്ലസ് 2. നെഗറ്റീവ് 2 പ്ലസ് 2 ഈക്വൽ ടു 0. ആൻഡ് നെഗറ്റീവ് 0 ഈസ് അഗെയിൻ 0. അപ്പോൾ ഇവിടെ നെഗറ്റീവ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? 0. ഞാനിവിടെ 3 വാല്യൂസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എക്സിന് ഞാൻ 0, 1 ആൻഡ് നെഗറ്റീവ് 2 അസ്യൂം ചെയ്തപ്പോൾ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് 2, നെഗറ്റീവ് 3 ആൻഡ് 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൊല്യൂഷന് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. നമുക്ക് കിട്ടിയ സൊല്യൂഷന് എക്സ് 0 ആകുമ്പോൾ വൈ -2. അപ്പോൾ 0 -2, ദെൻ 1 -3, ദെൻ -2 0. 0 -2, 1 -3, -2 0 ആണ് നമ്മുടെ സൊല്യൂഷൻസ്. ഇത്രയും സൊല്യൂഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ എക്സിന് ഇൻഫിനിറ്റ് വാല്യൂസ് നമുക്ക് അസ്യൂം ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു റഫ് ഗ്രാഫ് വരച്ച് നോക്കാം. എക്സ് ഡാഷ് ആൻഡ് വൈ ഡാഷ്. ഒറിജിൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓരോ സെൻറ്റിമീറ്ററാണ് അകലെ എടുത്തിട്ടുള്ളത്. 1, 2, 3, 4, 5. പോസിറ്റീവ് എക്സ് ഡ്യൂറേഷൻ. നെഗറ്റീവ് എക്സ് ആക്സിസിൽ -1, -2, -3, -4, -5. വൈയുടെ -1, -2, -3, 1, 2, 3, 4, 5, 6 എക്സെട്ര. ഓക്കെ. ഇനി നമ്മളെ പോയിൻറ്റ്സ് നമുക്ക് എന്തൊക്കെയാണ് സൊല്യൂഷൻ കിട്ടിയിരുന്നത്? 0, -2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? -2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെയാണ് 0? വൈ ആക്സിസിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ ഇതാണല്ലോ എക്സ് ആക്സിസ്. അതിൽ എക്സിൻ്റെ വാല്യൂ 0 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ -2 എവിടെയാണ്? ഇതാണ് 0, -2. നെക്സ്റ്റ് 1 -3. എക്സ് 1 ആകുമ്പോൾ വൈ -3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ 1 നോക്കാം. എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. അപ്പോൾ -3 ഏകദേശം ഇതാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇത്. ഇതൻ -2, 0 എന്നുള്ള പോയിൻ്റ്. എക്സ് -2, വൈ 0. അപ്പോൾ -2 ഇവിടെ വൈയുടെ വാല്യൂ ഇതാണല്ലോ വൈ ആക്സിസ്. വൈ ആക്സിസിൽ 1, 0 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ വൈ ഇത് ഇവിടെ വൈ 0 ആൻഡ് എക്സ് -2. അപ്പോൾ നമുക്കിതിനെ ഗ്രാഫ് വരയ്ക്കാം. ഈ 3 പോയിൻറ്റ്സിനെ കണക്ട് ചെയ്ത് ഗ്രാഫ് വരച്ചാൽ ഇതാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ്. നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് 2 = 0 ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മൾ 3 സൊല്യൂഷനെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ 3 സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. ഈ ലൈൻ നമുക്ക് എന്താണ് 2 അറ്റം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. ഇത് അവസാനിക്കുന്നില്ല. അത് സ്ട്രെയിറ്റ് ലൈൻ്റെ 2 അറ്റം ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ സൊല്യൂഷനും ഇപ്പോൾ നമ്മൾ ആകെ 3 പോയിൻറ്റ്സേ കണ്ടിട്ടുള്ളൂ. അത് വെച്ചാണ് വരച്ചത്. ഇനി ഈ ലൈനിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതല്ലെങ്കിൽ എന്ത് പറയാം, സൊല്യൂഷൻ മുഴുവനും എല്ലാ സൊല്യൂഷൻസും ഈ ലൈനിലെ പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ പഠിച്ചു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതിന് ഇൻഫിനിറ്റി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുന്നു പഠിച്ചു. നമ്മൾ നേരത്തെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ax + b = 0നെ നമുക്കിങ്ങനെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ax + 0y + b = 0 എന്ന്. പക്ഷേ 1 വേരിയബിൾ ആയപ്പോൾ ഓൺലി 1 സൊല്യൂഷൻ -b/a എന്നാണ് യൂണീക്ക് സൊല്യൂഷനാണ്. സോ നമ്മളിപ്പോൾ കണ്ടു 2 വേരിയബിൾസ് ആകുമ്പോൾ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇത് ക്ലിയർ ആവും. ഇവിടുത്തെ ഇക്വേഷൻ നോക്കാം. ഈ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയതുകൊണ്ട് വൈക്ക് ഏത് വാല്യൂ അസ്യൂം ചെയ്താലും ഈ ഇക്വേഷൻ അത് ബാധിക്കുകയില്ല. ഇപ്പോൾ വൈ ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂക്ക് അനുസരിച്ച് വൈക്ക് വാല്യൂ ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വൈക്ക് ഇപ്പോൾ നമ്മൾ 500 കൊടുത്താലും 1000 കൊടുത്താലും √2 കൊടുത്താലും √5 കൊടുത്താലും 0 × ദാറ്റ് ബീയിങ് will become 0. അതായത് 0 × something or 0 × anything become 0 എന്നുള്ള കണ്ടീഷനുണ്ട്. വൈ ക്യാൻ അസ്യൂം എനി വാല്യൂ ഓർ വൈ ക്യാൻ അസ്യൂം ഇൻഫിനിറ്റ് വാല്യൂ. പിന്നെ എന്തിന് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ? എക്സിൻ്റെ വാല്യൂ മാത്രമേ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് വരുന്നുള്ളൂ. എക്സ് എന്തായിരിക്കും? ഓൾവേസ് x = -b/a എന്നുള്ള ഫിക്സഡ് വാല്യൂ ആണ്.
അപ്പോൾ ഈ നെഗറ്റീവ് ബി ബൈ എ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കരുത്. ബീൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് മാറും. മീൻസ് നെഗറ്റീവ് ഇൻറ്റു ഇപ്പോൾ ബി ഈക്വൽ ടു -2 ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? നെഗറ്റീവ് -2/a ഓർ ഇറ്റ് ഈസ് 2/a. ഇനി എൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എ ഈക്വൽ ടു -1 ആണെങ്കിലോ അപ്പോഴും നെഗറ്റീവ് ബി ബൈ -1 ബിക്കം ബി. അപ്പോൾ നമുക്ക് ഇവിടെ എ അല്ലെങ്കിൽ ബി ഇവിടെ വാല്യൂസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കിയിട്ടാണ് നെഗറ്റീവ് ബി ബൈ എ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നെഗറ്റീവ് ബി ബൈ എ ഒരു നെഗറ്റീവ് നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ബി ബൈ എ എന്നാണല്ലോ സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു ഓൾവേസ് നെഗറ്റീവ് ബി ബൈ എ അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് വൈ ക്യാൻ അസ്യൂം എനി വാല്യൂസ്. ഇപ്പോൾ ഇവിടെ എന്താണ് ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ട്. ബി മൈനസ് എ ഇങ്ങനെയാണ് നമ്മൾ എക്സ് ആക്സിസിൽ നേരത്തെ നമ്പർ ലൈൻ വരച്ചപ്പം ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിൻ്റെ സൊല്യൂഷൻ ഇവിടെ ഇങ്ങനെയായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇത് പ്ലെയിനിലേക്ക് മാറുമ്പോൾ നമ്പർ ലൈനിൽ നിന്നും പ്ലെയിനിലേക്ക് മാറുമ്പം -b ബൈ എ എന്നുള്ള ആ പോയിൻ്റ് എന്തായിട്ട് മാറും? -b ബൈ എ, 0. ഇവിടുത്തെ y കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. ആൻഡ് y ക്യാൻ ബി എനി വാല്യൂ. സോ ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിലേക്ക് മാറുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നോക്കണമല്ലോ. എക്സ് ഈസ് ഫിക്സഡ്, ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ബി ബൈ എ. So its graph is a line parallel to y-axis and passing through negative b by a. ഈ ലൈനിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എക്സ് വാല്യൂ എപ്പോഴും എന്താണ്? നെഗറ്റീവ് ബി ബൈ എ ഫിക്സഡ് ആണ്. വൈ ഈസ് ചേഞ്ചിങ്. സോ നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ഒരു ഗ്രാഫ് നമ്പർ ലൈനിലുള്ള സിംഗിൾ പോയിന്റ് നെഗറ്റീവ് ബി ബൈ എയും അത് 2 വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഇറ്റ് ഈസ് എ ലൈൻ പാസിങ് ത്രൂ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ ആൻഡ് പാരലൽ ടു ദി വൈ ആക്സിസ്. അതുപോലെ തിരിച്ചും നമുക്ക് എക്സിന് പകരം വൈ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എ വൈ പ്ലസ് ബി ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യുണീക്ക് സൊല്യൂഷനാണ്. എന്താണ് അത് സൊല്യൂഷൻ? y ഈക്വൽ ടു -b ബൈ എ. പക്ഷെ നമ്മൾ പറഞ്ഞു ഇതിനെ നമുക്ക് 2 വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ത് കൊടുത്താൽ മതി? 0 ഇൻറ്റു എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ഈക്വൽ ടു 0. അപ്പോൾ 0x ആണ് 0 തന്നെയാണ്. നമ്മുടെ ഈ ഇക്വേഷന് ചേഞ്ച് വരുന്നില്ല 0 ഇൻറ്റു എക്സ് ആഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ്. അപ്പോൾ ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് y ആക്സിസിലാണല്ലോ വരിക, y ആണല്ലോ. അപ്പോൾ y ആക്സിസിലാണ് ഇതിൻ്റെ ഗ്രാഫ് വരിക. അപ്പോൾ ഇത് 0 ആണെങ്കിൽ സംതിങ് നമ്മൾ നെഗറ്റീവ് ബി ബൈ എന്നുള്ളത് ഞാൻ നെഗറ്റീവ് നമ്പറായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയാണെന്ന് വിചാരിക്കാം. നെഗറ്റീവ് ബി ബൈ എ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇവിടെ. ഇതാണ് നമ്മുടെ സൊല്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിന്റ്. അത് പ്ലെയിനിലേക്ക് 2 വേരിയബിൾസ് ആയി മാറുമ്പം എക്സ് വൈ എന്നുള്ള പോയിന്റ്സ് വരും. നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ വരും. പ്ലെയിനിലേക്ക് മാറുമ്പം നമ്മൾ 2 വേരിയബിൾസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. y ഹാസ് എ ഫിക്സഡ് വാല്യൂ -b ബൈ എ. അപ്പോൾ നെഗറ്റീവ് ബി ബൈ എ എന്നുള്ളത് ഞാൻ നെഗറ്റീവ് നമ്പറായിട്ട് തന്നെ ഇപ്പോൾ ഈ കേസിൽ എടുക്കുകയാണ്. ഈ പോയിന്റ് എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ നെഗറ്റീവ് ബി ബൈ എ. അപ്പോൾ ഇതിൽ എന്താണ്? നമുക്ക് ഇവിടെ y ഫിക്സഡ് ആണ്, എക്സ് ക്യാൻ എനി വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഈ വൈൻ്റെ ഈ നെഗറ്റീവ് ബി ബൈ എന്ന വാല്യൂയിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനായിരിക്കും ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് വരിക. ഇപ്പോൾ എക്സ് 2 ആവുമ്പോൾ ഈ പോയിൻ്റ് എന്താണ്? 2 മൈനസ് പി ബൈ എ. എക്സ് 1 ആവുമ്പോൾ 1 മൈനസ് പി ബൈ എ. -1 ആകുമ്പോൾ -1 മൈനസ് ബി ബൈ എ. ഇങ്ങനെ പോകുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് വൈയുടെ വാല്യൂ എന്താണ്? ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മൾ 2 കേസിലും പഠിച്ചത് എന്താണ്? എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0, അതുപോലെ എ വൈ പ്ലസ് ബി ഈക്വൽ ടു 0. ഈ 2 ഇക്വേഷൻ എന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. അതിനെ 2 വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 0y പ്ലസ് ബി ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഈസ് 0 ഇൻറ്റു എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ഈക്വൽ ടു 0. ഈ 2 കേസിൽ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. ഫസ്റ്റ് കേസിൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആൻഡ് പാസിങ് ത്രൂ എക്സ് ഈക്വൽ ടു -p ബൈ എ. സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടിയത് പാരലൽ ടു എക്സ് ആക്സിസ്
and passing through the point y equal to negative b by a. Linear equation in one variable, only one solution, one and only one solution. Linear equation in two variables have infinite number of solutions and their graph is a straight line. അപ്പോൾ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിളിനെ ടു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴും നമുക്ക് ഗ്രാഫ് എന്ത് തന്നെ കിട്ടി, സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടി, ബട്ട് പാരലൽ ടു ഐദർ എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ആണ്. അപ്പോൾ നമ്മളത് പറയുന്നതിന് മുന്നേ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ, പോളിനോമിയൽ, അതുപോലെ ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ ആൻഡ് ടു വേരിയബിൾസ്, അതിൻ്റെ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ബട്ട് വി ഹാവ് ഹൗ മെനി ഇക്വേഷൻസ്, എ പെയർ ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് അതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ, അതായത് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിളിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്തായിട്ട് കിട്ടും, ഗ്രാഫായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.